എന്തായാലും ഇന്നിവിടെ നടന്നത് ഒരു മഹാസംഭവമായി. പക്ഷേ ഞാൻ ആളുകളെ കുറെ കൂടെ പ്രതീക്ഷിച്ചു. നമ്മൾ കാശ് കൊടുത്തവരൊക്കെ വന്നിട്ടുണ്ട്. ഇത് പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോ എന്നെ പറ്റി എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്തോ ഒരു ശിരോമണി. ഉത്കൃഷ്ട ശിരോമണി. അത് ഭഗവത്ഗീതയിലുള്ള പദപ്രയോഗ. അത് പറഞ്ഞപ്പോ എന്തായിരുന്നു കയ്യടി. ആളുകളും കൂവായിരുന്നു. അതും കാണും. ഒരു നാടാവുമ്പോ നിന്നെ പോലുള്ള ചെറ്റകളും ധാരാളം കാണും. പക്ഷേ എനിക്ക് ആ പ്രയോഗം വളരെയേറെ ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഇനി നമുക്ക് ഈ സ്വീകരണ പരിപാടി അത് ഇതൊന്നും വേണ്ട. സമൂഹ വിവാഹം, അതിനാ ഇപ്പൊ മാർക്കറ്റ്. ഈ സാധു പെൺകുട്ടികളെയൊക്കെ ഫ്രീ ആയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുക. അത് കൊള്ളാമല്ലോ. അക്കൂട്ടത്തിൽ സാറിന് ഒരു സ്വീകരണവും അതെന്തായാലും കാണുമല്ലോ. അപ്പോ സാധു പെൺകുട്ടികൾക്ക് കല്യാണപ്പുടവ, കെട്ടുതാലി, ശാപ്പാട് എല്ലാം എന്റെ വക ഫ്രീ. ഒരു 10-20 സാധു പെൺകുട്ടികളെങ്കിലും ഉടനെ സംഘടിപ്പിക്കണം. അയ്യോ, അങ്ങനെയുള്ള സാധു പെൺകുട്ടികളൊന്നും ഈ നാട്ടിലില്ലല്ലോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവരെ പിടിച്ച് സാധുക്കളാക്കിയാലും മതി. ഓ, പിന്നെ എന്റെ കൂടെ ഈ കാര്യത്തിന് സഹായിച്ച കുറച്ച് പിള്ളേരുണ്ട്. അവർക്ക് ഇത്തിരി പരിപാടി. ഇത് മതിയോ? തൽക്കാലം ഇത് മതിയാവും. തൽക്കാലം ഇത് മതി. നാളെ മുതൽ സാധു പെൺകുട്ടികൾക്കുള്ള അന്വേഷണം ഞാൻ തുടങ്ങുകയാണ്. ഇന്ന് കാലത്ത് ബസ് സ്റ്റാൻഡിൽ ഒരു സാധു പെൺകുട്ടി നിൽക്കണ്ടായിരുന്നു. ഒരു ചുവന്ന സാരി എടുത്തിട്ട് ഇങ്ങനെ. അത് വാഴപ്പള്ളി ജാനകി രാത്രി മാത്രം ഇറങ്ങുന്ന ഒരു തേവാരം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. അവനെ കല്യാണം കഴിക്കാത്ത സാധു പെൺകുട്ടികൾ തന്നെ വേണം. ആയിക്കോട്ടെ. ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ സാധു പെൺകുട്ടികളുടെ കല്യാണം നടത്തുമ്പോ ഈ ചെക്കന്റെ കല്യാണം കൂടിയാണ് നടത്തിയേക്ക്. അല്ലെ അവന് പെണ്ണ് കിട്ടില്ല. ചുവന്ന കുറിയിട്ട് നടക്കുക, വൃത്തികെട്ടവൻ. ഈ തിരക്കിന്റെ ഇടയിൽ എന്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ. തന്റെ ഏത് കാര്യം? അല്ല, 2 മെഷീൻ വിറ്റിട്ടാണ് ഞാൻ നോവൽ അച്ചടിച്ചത്. നോവലിനെ പറ്റി എന്റെ വീട്ടുകാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ വിചാരിച്ചതുപോലെ വിൽപ്പന നടക്കുന്നില്ല. ഈ തയ്യൽ കടയും തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരേ 1 ലക്ഷം സഹായിച്ചാൽ എനിക്ക് എന്റെ കടയൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാം. മഷിക്ക് വില കയറിയത് കൊണ്ട് നോവൽ എഴുതാൻ പറ്റുന്നില്ല പുതിയത്. എന്തോ എനിക്ക് എല്ലാവരെയും സഹായിക്കണ്ടേ? ഞാൻ നിനക്ക് മാത്രം 1 ലക്ഷം തന്നാൽ എങ്ങനെയാ? അല്ല, ഒരു പരിചയമില്ലാത്ത നിർധന യുവതികള്, സാധു പെൺകുട്ടികള്, സ്വീകരണം. അല്ല വേണ്ട, എനിക്കൊരു 75,000 തന്നൂടെ? സാർ ഇവനെങ്ങനെ കൂടെ കൊണ്ട് നടക്കണം എന്തിനാ? അല്ല, എനിക്ക് വേറൊന്നുമല്ല. ഞാൻ അറിയാതെ സാറിന്റെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ജനങ്ങളോട് പറഞ്ഞു പോകുന്നൊരു പേടി. വർഗീസേ, അടുക്കള ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും തരാൻ പറ. ശരി സാർ. ബുജാഷ, എന്തോ എന്റെ പഴയ കാര്യങ്ങൾ നീ വല്ലവരോടും പറഞ്ഞാൽ അന്ന് തന്നെ ബോംബെ നിന്ന് ആള് വരും. പിറ്റേന്ന് തന്നെ നിന്റെ ശവം ഈ കായലിൽ പൊന്തും. അതേ വള്ളങ്ങൾ, അതേ മരങ്ങൾ, അതേ കായൽ, ഒരു മാറ്റവും ഇല്ല. മാറിയ നമ്മളാ. ഇല്ലടാ ബുജാഷ? അതുകൊണ്ടാണ് സാർ ഞാൻ പറഞ്ഞത്, ഇവിടെ കുറെ ഏക്കർ ഭൂമി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാൻ? 10 കൊല്ലം കഴിഞ്ഞ് വെക്കുമ്പോൾ ഇതേ വില കിട്ടൂ. വർഗീസേ, ഇത് ലാഭമല്ല, മോഹമാണ്. അപ്പൊ ഇവിടെ ആരൊക്കെ വസ്തു വിറ്റാലും അതൊക്കെ ഞാൻ വാങ്ങിക്കും.